അടുത്തത് ബേർഡ്സ് ആണ്, പക്ഷികൾ അല്ലേ. ഇവിടെ മരത്തുമ്പിലും കുറേ പക്ഷികളുണ്ട്, നിലത്തും കുറേ പക്ഷികളുണ്ട് അല്ലേ. ഇനി എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? മരത്തിൽ എത്ര പക്ഷികളുണ്ട്? കൗണ്ട് ചെയ്യൂ. എന്നിട്ട് എഴുതുക കേട്ടോ. 1 2 3 4 5 6 7 8 അല്ലേ. 8 എന്ന് എഴുതുക. ദെൻ ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട്? നിലത്ത് എത്ര പക്ഷികളുണ്ട് നോക്കൂ, കൗണ്ട് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 10 11 12 12 എന്ന ബോക്സിൽ എഴുതുക. ഹൗ മെനി ഇൻ ഓൾ? അതായത് ടോട്ടൽ മൊത്തത്തിൽ എത്ര പക്ഷികളുണ്ട് എന്ന് ചോദിച്ചിരിക്കുകയാണ്, ട്രീയിലും ഗ്രൗണ്ടിലും കൂടി. അപ്പോൾ എത്രയാ? 8 + 12. 12ൻ്റെ കൂടെ 8ഉം കൂടിയും കൗണ്ട് ചെയ്യുക. 12 കഴിഞ്ഞാൽ 13 14 15 16 17 18 19 20. എത്രയാ? 20 അല്ലേ ആൻസർ വരിക. 20 എന്ന് ബോക്സിൽ എഴുതുക. ഇനി എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? വേർ ആർ മോർ ബേർഡ്സ് ഓൺ ദ ട്രീ ഓർ ഇൻ ദ ഗ്രൗണ്ട്? അതായത് എവിടെയാണ് കൂടുതൽ ബേർഡ്സ് ഉള്ളത്? മരത്തിൻ്റെ മുകളിലാണോ അതോ നിലത്താണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. എവിടെയാ? ഗ്രൗണ്ടിൽ 12 ബേർഡ്സ്, മരത്തിൽ 8 ബേർഡ്സ്. അപ്പോൾ ഏതാ കൂടുതൽ? ഗ്രൗണ്ടിലല്ലേ. അപ്പോൾ ഇൻ ദ ഗ്രൗണ്ട് എന്ന് എഴുതുക. ഹൗ മെനി മോർ? എത്ര കൂടുതലുണ്ട്? എത്ര കൂടുതലുണ്ടെന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 12 - 8. 12ൽ നിന്ന് 8 കുറയ്ക്കണം. കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലേക്ക് കൗണ്ട് ചെയ്ത് നോക്കും. 12 ആണല്ലേ ഹയസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് നമ്പർ 8. നമ്മൾ എന്ത് ചെയ്യുക? സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് ഹയസ്റ്റ് നമ്പറിലേക്ക് കൗണ്ട് ചെയ്യൂ. 8 കഴിഞ്ഞാൽ 9 10 11 12. അപ്പോൾ എത്രയാ? 4 അല്ലേ. അപ്പോൾ 4 എന്ന് ആൻസർ എഴുതുക ബോക്സിൽ. നെക്സ്റ്റ് ഡക്സ് ആണ്. ഇവിടെ കണ്ടോ പിക്ചറിൽ നീരവ്, നിയയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലേ. കുറേ ഡക്സും ഉണ്ട്. ദർ ആർ ഡക്സ് ഇൻ ദ വാട്ടർ ആൻഡ് ഡക്സ് ഓൺ ദ ഗ്രൗണ്ട് അല്ലേ. അവിടെ ഡഗ്സ് വെള്ളത്തിലും ഉണ്ട്, കുറച്ച് ഡഗ്സ് എവിടെയുണ്ട്? ഗ്രൗണ്ടിലും ഉണ്ട് അല്ലേ. ഇനി എന്താ ക്വസ്റ്റ്യൻസ് നോക്കൂ. ഹൗ മെനി ഡഗ്സ് ഓൺ ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ എത്ര ഡഗ്സ് ഉണ്ട്? കൗണ്ട് ചെയ്യുക, എഴുതുക. കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 അല്ലേ. അപ്പോൾ 11 എന്ന ബോക്സിൽ എഴുതുക. ദെൻ ഹൗ മെനി ഡഗ്സ് ഇൻ ദ വാട്ടർ? വെള്ളത്തിൽ എത്ര ഡഗ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 9 ഡഗ്സ് അല്ലേ. കൗണ്ട് ചെയ്തല്ലോ. 9 എന്ന ബോക്സിൽ എഴുതുക. വേർ ആർ മോർ ഡഗ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓർ ഇൻ ദ വാട്ടർ? എവിടെയാണ് കൂടുതൽ ഡഗ്സ് ഉള്ളത്? ഗ്രൗണ്ടിലാണോ വെള്ളത്തിലാണോ? എവിടെയാണ്? 11 ഡഗ്സ് ഗ്രൗണ്ടിൽ, 9 ഡഗ്സ് വെള്ളത്തിൽ അല്ലേ. അപ്പോൾ എവിടെയാ? ഓൺ ദ ഗ്രൗണ്ട് ആണ്. ദെൻ ഹൗ മെനി മോർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് കൂടുതൽ? എന്ത് ചെയ്താൽ മതി? 11ൽ നിന്ന് നമ്മൾ 9 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് എത്രയാ കൂടുതലെന്ന് കിട്ടും. 11 - 9 കുറയ്ക്കൂ. 9ൽ നിന്ന് 11 വരെ എണ്ണു. 9 കഴിഞ്ഞാൽ 10 11 2 അല്ലേ. അപ്പോൾ 2 എന്ന് അവിടെ എഴുതുക. അപ്പോൾ 2 എന്ന ബോക്സിൽ എഴുതുക. ഇനി നോക്കൂ എന്താ പറഞ്ഞിരിക്കുന്നത്. 3 ഡഗ്സ് ഓൺ ദ ഗ്രൗണ്ട് സ്റ്റെപ്ഡ് ഇൻ ടു ദ വാട്ടർ. 2 ഡഗ്സ് ഇൻ ദ വാട്ടർ വാക്ക്ഡ് ടു ദ ഗ്രൗണ്ട്. നൗ ഹൗ മെനി ഇൻ വാട്ടർ, ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന 3 ഡഗ്സ് വെള്ളത്തിലേക്ക് ഇറങ്ങി, വെള്ളത്തിലുണ്ടായിരുന്ന 2 ഡഗ്സ് ഗ്രൗണ്ടിലേക്ക് വന്നു അല്ലേ. ഇപ്പം എത്ര എണ്ണം ഉണ്ട് വെള്ളത്തിൽ, അതുപോലെ തന്നെ എത്ര എണ്ണം ഉണ്ട് ഗ്രൗണ്ടിൽ എന്ന് ചോദിച്ചിരിക്കുകയാണല്ലോ. ഓൾറെഡി എത്ര ഡഗ്സ് ആയിരുന്നു വെള്ളത്തിൽ ഉണ്ടായിരുന്നത്? 9 ഡഗ്സ് ആയിരുന്നല്ലോ. ആ 9 ഡഗ്സിൽ നിന്ന് 2 ഡഗ്സ് ഗ്രൗണ്ടിലേക്ക് പോയി. അപ്പം 9 - 2 എത്രയാ? 7 ആണ് അല്ലേ. പിന്നെന്താണ്? ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന 3 ഡഗ്സ് വെള്ളത്തിലേക്ക് പോയി. അപ്പം 7ൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ എത്രയാ വരിക? 10 അല്ലേ. അപ്പം നൗ ഹൗ മെനി ഇൻ വാട്ടർ? അപ്പം എത്രയാണ് വെള്ളത്തിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എത്രയാണ് നമ്മൾ ബോക്സിൽ എഴുതേണ്ടത്? 10 എന്ന് എഴുതണം. ഹൗ മെനി ഓൺ ദ ഗ്രൗണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എത്രയാണ് ഗ്രൗണ്ട് ഉള്ളതെന്ന് നമുക്കപ്പോൾ നോക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഡഗ്സ് ഓൺ ദ ഗ്രൗണ്ട് എത്രയായിരുന്നു? 11 ഡഗ്സ് ആണ്. ദെൻ ഔട്ട് ഓഫ് ദീസ് 3 ഡഗ്സ് സ്റ്റെപ്ഡ് ഇൻ ടു ദ വാട്ടർ അല്ലേ. ഇതിൽ നിന്ന് 3 ഡഗ്സ് വെള്ളത്തിലേക്ക് പോയി. ഇപ്പോൾ ഗ്രൗണ്ടിൽ എത്ര ഡഗ്സാണ് ഉള്ളത്? റിമൈനിങ് ഡഗ്സ് ഓൺ ദ ഗ്രൗണ്ട് എത്രയാണ്? 11 നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത്? 3 പോയി അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 3ൽ നിന്ന് 11ലേക്ക് എണ്ണു. 8 വരും അല്ലേ. അപ്പോൾ 8 ആണ് ഇപ്പോൾ ഡഗ്സ് ഉള്ളത്. ഇനി എന്താണ്? 2 ഡഗ്സ് ഇൻ ദ വാട്ടർ വാക്ക് ടു ദ ഗ്രൗണ്ട് എന്നുണ്ട് അല്ലേ. 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 10 അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഡഗ്സ് ഇൻ വാട്ടർ 10 ആണ്. നമ്പർ ഓഫ് ഡഗ്സ് ഓൺ ദ ഗ്രൗണ്ട് 10 ആണ്.
ഓണം ഫെസ്റ്റ് അറ്റ് ദ ക്ലബ്. ഓൾ വെൻ ടു ദി ഓണം ഫെസ്റ്റ് അറ്റ് ദ ക്ലബ്. ക്ലബിലുണ്ടായിരുന്ന ഓണം ഫെസ്റ്റിന് എല്ലാവരും പോയി. അവിടെ എന്താ നോക്കൂ, ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട് അല്ലേ. എന്താണ്? മ്യൂസിക്കൽ ചെയേഴ്സ് എബൌട്ട് ടു സ്റ്റാർട്ട്. എന്താണ്? മ്യൂസിക്കൽ ചെയർ സ്റ്റാർട്ട് ചെയ്യാണ്. ദർ ആർ 13 ചിൽഡ്രൻ ആൻഡ് 11 ചെയേഴ്സ്. എന്താണ്? മൊത്തം 13 കുട്ടികളും അതുപോലെ തന്നെ 11 ചെയറും ഉണ്ട് അല്ലേ. വെൻ ദ മ്യൂസിക് സ്റ്റോപ്സ് 2 വിത്തൗട്ട് സീറ്റ്സ് വിൽ ബി ഔട്ട് ഓഫ് ദ ഗെയിം. അതായത് മ്യൂസിക് നിർത്തിയാൽ സീറ്റ് കിട്ടാത്ത 2 കുട്ടികൾ ഗെയിമിൽ നിന്ന് പുറത്താകും എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഇൻ ദ ഫസ്റ്റ് ടൈം ദ മ്യൂസിക് സ്റ്റോപ്പ് 2 were ഔട്ട് ഓഫ് ദ ഗെയിം. അതായത് ആദ്യത്തെ പ്രാവശ്യം മ്യൂസിക് നിർത്തിയപ്പോൾ 2 പേര് ഗെയിമിൽ നിന്ന് പുറത്തായി. ഹൗ മെനി കിഡ്സ് റിമെയിൻ? എത്ര കിഡ്സാണ് ബാക്കിയുള്ളത് ഇനിയെന്ന് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. റിമെയിൻ എന്ന് പറഞ്ഞാൽ ബാക്കി കേട്ടോ. 2 ചിൽഡ്രൻ ഗെയിമിൽ നിന്ന് പുറത്തായി. അപ്പോൾ എത്രയാ വരിക? 13 നിന്ന് 2 പോയാൽ 11 അല്ലേ. 11 എന്ന് ബോക്സിൽ എഴുതുക. ദെൻ അടുത്തത് നോക്കൂ, 2 ചെയേഴ്സ് വർ ആൾസോ റിമൂവ്ഡ്. ചെയേഴ്സ് റിമൈനിങ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 2 ചെയേഴ്സ് അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുമല്ലോ, എടുത്ത് മാറ്റുമല്ലോ, അറിയാലോ മ്യൂസിക് ചെയർ. അപ്പോൾ ഇനിയിപ്പോൾ ചെയേഴ്സ് എത്ര ഉണ്ട് ബാക്കി? 11 ചെയേഴ്സ് ആയിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ് ഉണ്ടായിരുന്നത് 11 ആയിരുന്നു. അതിൽ നിന്ന് 2 ചെയേഴ്സ് റിമൂവ് ചെയ്തു. അപ്പോൾ എത്രയാ ബാക്കി? 9 അല്ലേ. 11 നിന്ന് 2 കുറയ്ക്കുക. 2 were ഔട്ട് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട് ആൾസോ ആൻഡ് 2 more chairs were removed. കിഡ്സ് റിമൈനിങ് ചോദിച്ചിട്ടുണ്ട്, ചെയേഴ്സ് റിമൈനിങ്ങും. അതായത് നെക്സ്റ്റ് റൗണ്ടിൽ 2 പേര് ഔട്ടായി, 2 ചെയേഴ്സ് റിമൂവ് ചെയ്തു. ഇപ്പോൾ കിഡ്സ് ബാക്കി എത്ര ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ കിഡ്സ് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 11 ആയിരുന്നു അല്ലേ. ഇനി ഈ സെക്കൻഡ് റൗണ്ടിൽ 2 ചിൽഡ്രൻ പിന്നെ ഔട്ടായി. അപ്പോൾ എന്ത് ചെയ്യണം? 11 നിന്ന് 2 കുറയ്ക്കണം. എത്രയാണ് വരിക? 11 നിന്ന് 2 കുറച്ചാൽ കുറച്ച് നോക്കണം, 9 വരൂല്ലേ. 2 നിന്ന് 11ലേക്ക് എണ്ണി നോക്കണം. ഓക്കെ, 2 കഴിഞ്ഞാൽ 3 4 5 6 7 8 9 10 11. 9 അല്ലേ വരുന്നത്. 9 എന്ന് എഴുതുക ബോക്സിൽ. ഇനി ചെയേഴ്സ് റിമൈനിങ് ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ് ആഫ്റ്റർ ദ ഫസ്റ്റ് റൗണ്ട് എത്രയായിരുന്നു? 9 ആണ് അല്ലേ. ദെൻ സെക്കൻഡ് റൗണ്ടിൽ 2 ചെയേഴ്സ് പിന്നെ റിമൂവ് ചെയ്തു. അപ്പോൾ ചെയേഴ്സ് റിമൈനിങ് എത്രയാണ്? 9 നിന്ന് 2 കുറയ്ക്കണം അല്ലേ. അപ്പോൾ 9 നിന്ന് 2 പോയാൽ എത്രയാണ്? കുറച്ചാൽ 7 എന്ന് ആൻസർ വരും. ബോക്സിൽ 7 എന്ന് എഴുതണം. ഇനി അടുത്തത് നോക്കൂ, 2 were ഔട്ട് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട് ആൾസോ ആൻഡ് 2 more chairs were removed. കിഡ്സ് റിമൈനിങ്, ചെയേഴ്സ് റിമൈനിങ് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. അടുത്ത റൗണ്ടിൽ പിന്നെ അഗെയിൻ 2 ചിൽഡ്രൻ ഔട്ടായി, 2 ചെയേഴ്സ് റിമൂവ് ചെയ്തു. ഇപ്പോൾ കിഡ്സ് റിമൈനിങ് എത്രയാണ്? ചെയേഴ്സ് റിമൈനിങ് ചോദിച്ചിരിക്കുകയാണ്. ദ നമ്പർ ഓഫ് കിഡ്സ് ആഫ്റ്റർ സെക്കൻഡ് റൗണ്ട് എത്രയായിരുന്നു? 9 ആണ്. ദെൻ ആഫ്റ്റർ തേർഡ് റൗണ്ട് അഗെയിൻ 2 ചിൽഡ്രൻ were ഔട്ട്. ദെൻ ഹൗ മെനി കിഡ്സ് റിമൈനിങ് കണ്ടെത്താലോ. എന്ത് ചെയ്യണം? 9 മൈനസ് 2 ആണ് അല്ലേ. എത്രയാണ് വരിക? 7 അല്ലേ. 7 എന്ന് എഴുതുക. ഇനി ചെയേഴ്സ് റിമൈനിങ് എത്രയാണ് വരിക? ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ് ആഫ്റ്റർ സെക്കൻഡ് റൗണ്ട് എത്രയാണ്? 7 അല്ലേ. 2 ചെയേഴ്സ് റിമൂവ് ചെയ്തു അല്ലേ. അപ്പോൾ 7 മൈനസ് 2 എത്രയാണ്? 5 എന്ന് എഴുതുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.